കേരള വിഷൻ ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി ഊഹിച്ചു നോക്കൂ നിങ്ങൾ. എന്തായിരിക്കും കേരളത്തിലെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും? മാർക്കറ്റ് നമ്മൾ പിടിച്ചു നിർത്തുകയാണ്. അതിന് തെളിവാണല്ലോ ഇപ്പോൾ എലൻ മസ്ക് ഇവിടെ ഉപഗ്രഹം ഇന്റർനെറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രൈസിങ്ങിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജിയോയുടെ ഇന്ത്യയിലെ ആകെ അവരുടെ ബ്രോഡ്ബാൻഡ് പെനിട്രേഷൻ എത്രയാണെന്ന് പറയാം, 50% ആണ്. ടോട്ടൽ പെനട്രേഷൻ്റെ 50% ജിയോയ്ക്കാണ് ഇന്ത്യയിൽ. കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിൽ 20% താഴെയാണ്. അതാണ് മാർക്കറ്റ് പിടിച്ചു നിർത്തുന്നു എന്ന് പറയുന്നത്. കോവിഡ് കഴിഞ്ഞതിന് തൊട്ട് ആ സമയത്താണ് 134 മില്യൺ ആയിരുന്നു ഇന്ത്യയിലെ കേബിൾ TV കൺസ്യൂമറിൻ്റെ എണ്ണം. ഇപ്പോഴെത്രയാണെന്ന് അറിയാമോ? ഇപ്പോൾ 64 ആണ്. 1000 കോടി എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2.25 കോടി രൂപയുടെ ബിസിനസ്സാണ്. അനലോഗ് കേബിൾ ടിവിയിൽ നിന്ന് എങ്ങനെ ഡിജിറ്റൽ സെറ്റ് ഓഫ് ബോക്സിലേക്ക് ആളുകൾ മാറിയോ, പത്രം വായിച്ച ആളുകൾ എങ്ങനെ വിഷ്വൽ മീഡിയയിലേക്ക് മാറിയോ എന്നതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് കേബിൾ ടി വിയിൽ നിന്ന് ആളുകൾ ടെലികോം അസിസ്റ്റഡ് ആയിട്ടുള്ള മീഡിയയിലേക്ക് മാറുന്നത്, IPTV മാറുന്നു, OTTയിലേക്ക് മാറുന്നു. ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ തിരിച്ചറിയുകയും ബദൽ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സക്സസിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ഏറ്റവും നിർധനരായ ആളുകൾക്ക് പോലും ഒരു ഇൻ്റർനെറ്റ് സർവീസ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് നമ്മളന്ന് ഉണ്ടാക്കിയത്. അത് പിന്നെ കാശുള്ളവന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനല്ല എന്ന് തന്നെ ഞങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കോവിഡ് വന്ന സമയത്ത് കേരള വിഷൻ ഇല്ലായിരുത്ത ഒരു കേരളത്തെ പറ്റി ആലോചിച്ച് നോക്കാൻ പോലും പറ്റില്ല. വള്ളത്തിൽ തുഴഞ്ഞു പോയിട്ടൊക്കെ ഈ പ്രളയ സമയത്ത് ഫൈബർ ജോയിൻ ചെയ്ത് കണക്ടിവിറ്റി ഉണ്ടാക്കി കൊടുത്തു. കേരളത്തിൽ മാത്രം എന്നുള്ളത് നമ്മൾ മാറ്റി പാൻ ഇന്ത്യ ലെവലിൽ ബിസിനസ് നടത്താനുള്ള കുറേയധികം ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ആൾക്കാർ കേബിൾ TV വിട്ടുകളയാത്തത്? കേരള വിഷൻ 1000 കോടി ടേൺ ഓവറുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം. അതിൻ്റെ ചെയർമാൻ K. ഗോവിന്ദൻ. സർ, വെൽക്കം ടു ABC മലയാളം ബിസിനസ്. എന്താണ് ഈ സക്സസ്ഫുൾ സ്റ്റോറിയുടെ പിന്നിലുള്ള കഥകൾ? കേരള വിഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്, നിയമപരമായ ഒരു കമ്പനിയാണെങ്കിൽ പോലും അത് കുറേയധികം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ്. അവരാണ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്. ഈ മാർക്കറ്റിൽ നടന്നു വരുന്ന വലിയ ചേഞ്ചസ് ആണ് പ്രത്യേകിച്ച് ടെലികോം മേഖലയിലും അതുപോലെ തന്നെ മീഡിയ രംഗത്തുള്ള വലിയ ചേഞ്ചസ് നമുക്കറിയാം. ടെക്നോളജിയിൽ മാറ്റമുണ്ട്, അതിൻ്റെ ബിസിനസ്സിൽ, ഗവൺമെൻറ്റിൻ്റെ പോളിസികളിൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചേഞ്ചസ് എല്ലാം തന്നെ അൾട്ടിമേറ്റ് ആയിട്ട് വലിയ കേന്ദ്രീകരണത്തിന്, വലിയ കോർപ്പറേറ്റുകൾക്ക് മാത്രം നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്നു. അതേസമയം ഉപഭോക്താക്കൾ ഡിമാൻഡ് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വെറുതെ സമരം ചെയ്യുകയല്ലാതെ, ഓർഗനൈസേഷൻ ഉണ്ടാക്കി സമരം ചെയ്യുകയല്ലാതെ അതിനെന്ത് ബദലുണ്ടാക്കാമെന്നുള്ള ആലോചനയാണ് തുടക്കം മുതൽ നടത്തിയത്. ആ ബദലാണ് ഇന്നത്തെ നിലയിലേക്ക് മാറിയത്. ഈ 3 ലിമിറ്റഡ് കമ്പനികളായിട്ട് മാറിയത് അല്ലേ? അപ്പോൾ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1000 കോടി എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2.25 കോടി രൂപയുടെ ബിസിനസ്സാണ്. തീർച്ചയായിട്ടും. ഒരു മാസം 100 കോടിയിലധികം അല്ലെങ്കിൽ 100 കോടിയുടെ അടുത്തുള്ള ബിസിനസ്സാണ്. അതെ. അപ്പം ഇതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഒരു റെവല്യൂഷൻ പോലെ കേരള വിഷൻ പെട്ടെന്ന് എല്ലായിടത്തും സെറ്റ് ബോക്സിലേക്ക് മാറി. ഞാൻ പറഞ്ഞ ഡീറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും സെറ്റ് ബോക്സിലേക്ക് മാറുക, ആ ഒരു സംഭവമാണ് ഉണ്ടായി. ആ പ്രോസസ്സ് ഇത്രയും വേഗത്തിലേക്ക് നടക്കാനുള്ള മൂലധനം എങ്ങനെയാണ് സമാഹരിച്ചത്? അതിന് വലിയൊരു മൂലധനം ആവശ്യമായ സംഭവമാണ്. ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ റൂം വേണം. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ സംഘടനകൾക്ക് പണം പിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നമുക്കറിയാം, ഒരു സംഘടന, ഏതെങ്കിലും സംഘടന ചെറിയ തുകയൊക്കെ വരിസംഖ്യ പിരിച്ച് നടത്തുന്ന പോലെ അല്ലല്ലോ ഒരു എൻ്റർപ്രണർഷിപ്പിന് നടത്തുന്നത്. വലിയ 100 കണക്കിന് കോടികളുടെ ആവശ്യമുള്ള ഒരു ഇടപാടാണ്. ആരൊക്കെ ആയിരുന്നു എന്നിട്ട് ആ സമയത്ത്? എന്താ വെച്ചാൽ ഇതൊരു ചെറിയ ടാസ്ക് അല്ലല്ലോ. കാരണം പുതിയ ഇൻഫർമേഷൻ അറിയണം, പുതിയ ടെക്നോളജി അറിയണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ലോകത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഇൻഫർമേഷനോ ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും ഇത്രത്തോളം ഇല്ലാതിരുന്ന കാലത്ത് ഇതൊക്കെ തേടി പിടിച്ച് ഒരു IPTV കണക്ഷൻ കേരളം മുഴുവൻ കണക്ട് ചെയ്ത ആ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു ഓർഗനൈസേഷൻ ഒരു ബിസിനസ് സംരംഭമായി മാറുമ്പോൾ അതൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്, വലിയൊരു ചേഞ്ച് ആണല്ലോ. അതിൻ്റെ സ്വഭാവത്തിൽ വലിയ ചേഞ്ച് അല്ലേ? ആ ചേഞ്ച് ഉണ്ടാക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ചത് NH അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ അന്നത്തെ ഈ കമ്പനിയുടെ ചെയർമാനാണ്. അന്ന് ഞാനായിരുന്നു മാനേജിങ് ഡയറക്ടർ. അൻവറായിരുന്നു അതിൻ്റെ ആ ഒരു പോളിസി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് തുടങ്ങിയപ്പോഴാണ് ഇത് ചെയ്യുന്നു. അപ്പോഴത്തേക്കും അദ്ദേഹം ഈ ഒരു വിഷൻ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഈ ഒരു കമ്പനി എന്ന് പറയുന്ന ഫോർമാറ്റും അതിൻ്റെ ലക്ഷ്യം എങ്ങനെയാകണം, അതെങ്ങനെ ഈ ഓർഗനൈസേഷനിൽ നിന്ന് കമ്പനിയിലേക്ക് ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കേണ്ട ടൂളുകളും ശ്രദ്ധയും അതിൻ്റെ പ്രൊഫഷണൽ രീതികളും എന്താകണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു ദീർഘവശം ഉണ്ടായിട്ടുണ്ട്. കമ്പനി സാധാരണഗതിയിൽ കമ്പനിക്ക് ചെയർമാൻ PP സുരേഷ് കുമാറാണ് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ. സംഘടനയുടെ ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ പ്രവീൺ മോഹൻ എന്ന് പറഞ്ഞ് കോട്ടയത്ത് നിന്നുള്ള ഒരു സുഹൃത്താണ്. അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറി തൃശ്ശൂരുള്ള PB സുരേഷ്, ട്രഷറർ ബീനു ശിവദാസ് കൊല്ലം, അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇതിൻ്റെ ഭാരവാഹിത്വമൊക്കെ വഹിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കീഴിൽ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു കമ്മിറ്റി 63 പേരടങ്ങുന്ന ഒരു സ്റ്റേറ്റ് കമ്മിറ്റി, കമ്പനിയുടെ ബോർഡാണെങ്കിൽ ഇപ്പം 13 പേരടങ്ങുന്ന ഡയറക്ടർ ബോർഡ്, അങ്ങനെ ഒരു ഘടനയാണുള്ളത്.
അല്ല, നമ്മളുടെ സംഘടനയിൽ ശരിക്കും പറഞ്ഞാൽ ഈ സംഘടനയിൽ നിന്ന് ഏതൊക്കെ പെർഫോമൻസിലാണോ ഏതൊക്കെ ആൾക്കാർ മുന്നിൽ നിൽക്കുന്നത് അവരെയൊക്കെ കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണല്ലോ ശരിക്കും ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ കാര്യം. കാരണം അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രവീൺ സാറായിരിക്കുമ്പോൾ വളരെ കൃത്യമായി സംസാരിച്ച് കൃത്യമായ സമരങ്ങളിലൊക്കെ ഇടപെട്ട് വളരെ കാര്യമായിട്ട് പോകുന്നു. വിജയ് സാറാണെങ്കിലും അങ്ങനെ ശരിക്കും പറഞ്ഞ ടെക്നിക്കലി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി നോക്കുന്നു. ശരിക്കും ആ കണ്ടെത്തലുകളാണല്ലോ ഇതിൻ്റെ വിജയം. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വിജയത്തിൽ ഏറ്റവും പ്രധാനം എന്താ, ഏതൊരു ഓർഗനൈസേഷൻ, ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനം ഏതായാലും ഓരോരുത്തരെയും കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുകയും ആ കഴിവുകൾ മാക്സിമം സ്ക്വീസ് ചെയ്തെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം. ഞങ്ങൾ ആദ്യം ചാനൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ വലിയൊരു ടാർഗറ്റ് ഇട്ട് ആദ്യത്തെ ഡ്രൈവ് നടത്തിയപ്പോൾ തന്നെ അത്ര വലിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത്ര വലിയൊരു പ്രതികരണം ഉണ്ടായില്ല. എങ്കിലും നമ്മൾ ചാനലുമായിട്ട് മുന്നോട്ട് പോയി. രണ്ടാം ഘട്ടത്തിൽ ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ 2 ഘടകങ്ങളുണ്ടായി. ചാനൽ നടത്തി അതിൻ്റെ സക്സസ്ഫുള്ളും ഒരു ബ്രാൻഡ് കൊണ്ടുവരാൻ സാധിച്ചതും ആളുകളിൽ വിശ്വാസം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, എതിരായിട്ടുള്ള ഘടകങ്ങളുണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ പോളിസികളുടെ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടപാടുകൾ, പേ ചാനൽ കമ്പനികളുടെ, കോർപ്പറേറ്റ് കമ്പനികളുടെ വരവ്, ഇവയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അനിവാര്യമായും ഈ പദ്ധതി വിജയിപ്പിച്ചേ പറ്റൂ, മറ്റ് സൊല്യൂഷൻസ് ഇല്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലോകത്തിലെ പല ഭാഗങ്ങളിലും നടക്കുന്ന ഇതേപോലുള്ള സംഭവ വികാസങ്ങളെപ്പറ്റി മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ 85% കണക്ടിവിറ്റിയും ഇപ്പോഴും 85-ൽ കൂടുതൽ കണക്ടിവിറ്റിയും കുറച്ച് വിരലിലെണ്ണാവുന്ന കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. അല്ലാതെ ഈ വലിയ ഒരു ജനാധിപത്യമൊന്നും അവിടെ ഇല്ല. വളരെ കുറച്ച് കമ്പനികളാണ് ഈ കണക്ടിവിറ്റി നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണത് വരുന്നത്? ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അതേപോലെ തന്നെ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല, പിന്നെ അതിനുള്ള മാൻ പവറും സ്കില്ലും ഒക്കെ വേണം. പിന്നെ ഈ ചിന്നിച്ചേറി കിടക്കുന്ന ഓപ്പറേറ്റർമാരെ ഏകോപിപ്പിക്കൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഓപ്പറേറ്റർമാരെ ഈ കമ്പനികളൊക്കെ അക്വയർ ചെയ്യും, അവരങ്ങനെ ടേക്ക് ഓവർ ചെയ്യും, അവരെ ഫ്രാഞ്ചൈസികളായി അവരുടെ കളക്ഷൻ ഏജൻറ്റുമാരായി മാറ്റുന്ന പ്രക്രിയ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കേരളത്തിൻ്റെ നമുക്കറിയാലോ, കേരളത്തിൻ്റെ ഒരു കൾച്ചർ, നമ്മുടെ നവോത്ഥാനമൊക്കെ കഴിഞ്ഞു വന്ന ഒരു കേരളം ആയതുകൊണ്ട് തന്നെ ഇത് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൽ പവർ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിരലിലുണ്ടാകുന്ന ഒരാളുകളെ അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ, കുറച്ച് ആളുകളുടെ പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, പൂർണ്ണമായും ശരിയല്ല. വലിയ ഒരു മാസ് മൂവ്മെൻ്റ് ആയിരുന്നു അത്. ആളുകളുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ്, ധനസമാഹരണത്തിൽ അവരെ വിശ്വാസത്തിലെടുക്കാനും നേതൃനിരയിൽപ്പെട്ട വന്നിട്ടുള്ള ആളുകളുടെ മുഴുവനും ക്രെഡിബിലിറ്റി വളരെ പ്രധാനം. അവർ വളരെ കേഡർ സംവിധാനം നമ്മൾ ശരിക്കും എല്ലാ ജില്ലകളിലും യൂണിറ്റുകൾ, സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, അതെ അതെ, വലിയൊരു ഹയറാർക്കി സിസ്റ്റം ഉണ്ടാക്കി. ഞങ്ങളുടെ ഓർഗനൈസേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് എൻ്റർപ്രണേഴ്സിനോ കേബിൾ TV സെഗ്മെൻറ്റിലുള്ള ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കോ ഭയങ്കര ക്യൂരിയോസിറ്റി, അത്ഭുതമാണ്. നോക്കൂ, ഇതിനൊരു ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പോളിസി ഡിസൈൻ ചെയ്യുന്നത്, ഈ സംഘടനയുടെ നയം എന്താകണം, ആരാകണം അതിൻ്റെ ചെയർമാൻ, ആരാകണം അതിൻ്റെ ഡയറക്ടേഴ്സ്, ആരാകണം, എന്തായിരിക്കണം വിഷൻ, കൺസ്യൂമറിന് കൊടുക്കേണ്ട അവകാശം, ഓപ്പറേറ്റർ കൊടുക്കേണ്ട അവകാശങ്ങൾ എന്താണ്, കൺസ്യൂമർ കൊടുക്കേണ്ട സംരക്ഷണം എന്തൊക്കെയാണ്, മറ്റ് കോമ്പറ്റേറ്റർ കമ്പനികളിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യസ്തരായിരിക്കണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അസോസിയേഷനാണ് ഇപ്പോഴും. ഞങ്ങളൊക്കെ തമാശക്കാണെങ്കിലും പറയും ഞങ്ങളുടെ കമ്പനിയുടെ മുതലാളി ആരാന്ന് വെച്ചാൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയാണ് അതൊന്ന്. രണ്ടാമത്തേത്, ഈ കമ്പനികൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക വിനിമയം നടക്കുന്ന, ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്ന ഒരു രംഗമായതുകൊണ്ട് തന്നെ അതിനൊരു ബിസിനസ് ആർക്കിടെക്ചർ ഉണ്ടാകണം, നിയമപരമായ സാധുതയുള്ള ഒരു ഘടന ഉണ്ടാവണം. ആ ഘടനയാണ് ഈ പറഞ്ഞ കമ്പനികൾ. ആ കമ്പനികളുടെ കീഴിൽ അതിൻ്റെ വിതരണത്തിന് വേണ്ടി കേരളത്തിൽ നിരവധി കമ്പനികൾ വേറെയുണ്ട്. ഞാനതാ പറഞ്ഞത്, അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ലെവൽ ഒരു കമ്മിറ്റി, അതിൻ്റെ എക്സിക്യൂട്ടീവ് ബോഡി, എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ, ഈ ജില്ലകളുടെ കീഴിലും നമുക്ക് ഏതാണ്ട് 100ഓളം മേഖലാ കമ്മിറ്റികൾ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ ഉണ്ട്. ഈ ഓർഗനൈസേഷൻ്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ലെവലിലൊരു കമ്പനി, KCCL എന്ന് പറയുന്ന ഈ കമ്പനി, ആ കമ്പനിക്ക് കീഴിൽ വിതരണ കമ്പനികളായിട്ട് എല്ലാ ജില്ലകളിലും കമ്പനികളുണ്ട്. ഈ ജില്ലകൾക്ക് കീഴിൽ ഈ നേരത്തെ പറഞ്ഞ സബ് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ, അതായത് ജിയോഗ്രഫിക്കലായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ യൂണിറ്റുകൾ, ഏതാണ്ട് 100ഓളം 135ഓളം സബ് ഡിസ്ട്രിബ്യൂഷൻസ് അതുമുണ്ട്. ഇതിലെല്ലാത്തിലും എല്ലാവർക്കും ഏതാണ്ട് സ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയിലുള്ള കമ്പനിയിൽ ആ ജില്ലയിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഈ സ്റ്റേറ്റിലുള്ള കമ്പനിയിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ഒരു താലൂക്കിലുള്ള ആളുകൾക്ക് ആ താലൂക്കിലുള്ള കമ്പനികളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നോക്കുക, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഓർഗനൈസേഷൻ, ജില്ലാതലത്തിലുള്ള കമ്പനികളുടെ പോളിസി ഡിസൈൻ ചെയ്യുന്നത് ജില്ലാതലത്തിലുള്ള കമ്പനികൾ, അങ്ങനെ ആ ഒരു ഹയറാർക്കി വളരെ കൃത്യമായി മാനേജ് ചെയ്യും. ഇത് മാത്രമല്ല, ഇതിങ്ങനെ ഒരു പേരിന് ഉണ്ടാക്കുകയല്ല, ഡെയിലി അതിൻ്റെ എല്ലാ മാസവും അതിൻ്റെ റിവ്യൂ മീറ്റിങ്ങുകൾ,
അതുപോലെ തന്നെ എഫിഷ്യൻ്റ് അല്ലാത്ത എലിജിബിൾ അല്ലാത്ത ആളുകളെയൊക്കെ മാറ്റുക, അവരെ ഓരോരുത്തരും പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക, ഏതെങ്കിലും കമ്പനികൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ അവരെ നേരെയാക്കാനുള്ള ഇടപെടൽ നടത്തുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇഷ്യൂസൊക്കെ വരികയാണ് അപ്പോൾ റിസോൾവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അതിനകത്ത് തന്നെ പ്രവർത്തിപ്പിക്കുക. ഇങ്ങനെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഞങ്ങളുടെ ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരാളെയോ വ്യക്തിയെയോ അതല്ലെങ്കിൽ ഒരു ചെയർമാനോ MD എന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അതൊരു വലിയൊരു കൂട്ടായ്മ എന്ന് പറയുന്ന ആ ആർക്കിടെക്ചറാണ് അതിൻ്റെ ശക്തി. ശരിക്കും ജിയോ ഫൈബറായിട്ട് വരുമ്പോൾ അത് ശരിക്കും കേരള വിഷൻ അതിനെ വളരെ തന്മയത്വത്തോടുകൂടി ഡീൽ ചെയ്യേണ്ടേ. എങ്ങനെയൊക്കെയാണോ ഒരു കോർപ്പറേറ്റ് കോമ്പീറ്റ് ചെയ്യുന്നത് അതിന് വെല്ലുന്ന രീതിയിലുള്ള പാക്കേജുകളാണ് കേരള വിഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഞങ്ങളെപ്പോഴും പറയാറുള്ളത്, എൻ്റെ കൂടെയുള്ള ഈ 6000 കേബിൾ ഓപ്പറേറ്റർമാരും സർവൈവ് ചെയ്തെങ്കിലേ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓപ്പറേറ്റർമാരെ സർവൈവ് ചെയ്യാനുള്ള ടെക്നോളജി അപ്ഡേഷൻ അവർക്ക് ചെയ്തു കൊടുക്കുക, അതിനുള്ള പശ്ചാത്തല സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണല്ലോ കമ്പനിയുടെ കൾച്ചർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ കൺസ്യൂമറോടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ, പാക്കേജുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ എല്ലാവരും കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്ക് ഞങ്ങൾ കൊടുക്കാൻ പറ്റും. നമ്മൾ പ്രോഫിറ്റ് മോട്ടീവ് അല്ല, അത് ഈ കൾച്ചറെ ബന്ധപ്പെട്ടതാണ്. കൺസ്യൂമറെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ, കേരള വിഷൻ ഇല്ലാത്ത ഒരു കേരളത്തെ പറ്റി ഊഹിച്ചു നോക്കൂ നിങ്ങൾ. എന്തായിരിക്കും കേരളത്തിലെ മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും? മാർക്കറ്റ് നമ്മൾ പിടിച്ചു നിർത്തുകയാണ്. അതുപോലെ തന്നെ അതിന് തെളിവാണല്ലോ ഇപ്പോൾ എലൻ മസ്ക് ഇവിടെ ഉപഗ്രഹ ഇന്റർനെറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രൈസിങ്ങിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 890 രൂപ മുതൽ 1200 രൂപ വരെയാണ് എലൻ മസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊരു ഒരൊറ്റ ഉദാഹരണം പറയാം. ജിയോയുടെ ഇന്ത്യയിലെ ആകെ അവരുടെ ബ്രോഡ്ബാൻഡ് പെനിട്രേഷൻ എത്രയാണെന്ന് പറയാം, 50% ആണ് ഇന്ത്യയിൽ. 50 ആയിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ്. അപ്പോൾ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ 99%, 80% പല സംസ്ഥാനങ്ങളും. ടോട്ടൽ പെനട്രേഷൻ്റെ 50% ജിയോയ്ക്കാണ് ഇന്ത്യയിൽ. കേരളത്തിലെ സ്ഥിതി എങ്ങനെയാണ്? കേരളത്തിൽ 20% താഴെയാണ്. അതാണ് മാർക്കറ്റ് പിടിച്ചു നിർത്തുന്നു എന്ന് പറയുന്നത്. ഈ കൾച്ചർ നമ്മൾ ജനങ്ങളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൺസ്യൂമർ പിന്നെ ഇതുവരെ ഒരു കോർപ്പറേറ്റ് കമ്പനി വന്നാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ പറ്റി ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് OTT കോൺക്ലേവ് നടത്തിയത് കേരള വിഷനാണ്. OTT വരുന്ന സമയത്ത് എന്താ OTT, എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ കേരള വിഷൻ OTT ലോഞ്ച് ചെയ്യുകയും ചെയ്തല്ലോ. കേരള വിഷൻ OTT ഉണ്ട്. ഇപ്പോൾ നമ്മൾ കീ എന്ന് പറഞ്ഞൊരു OTT, അതിനൊരു സവിശേഷതയുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ 2-3 ഈ MSO പ്രൊവൈഡർ, ഇപ്പോൾ ജിയോ എയർടെലൊക്കെ പോലുള്ള ടെലികോം പ്രൊവൈഡർമാർ, ശരിക്കും മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റർ, അങ്ങനെയുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ കേരള വിഷൻ മാത്രമേ ഇതുപോലുള്ളൊരു MSO പ്ലാറ്റ്ഫോമിൽ സ്വന്തമായിട്ട് OTT പ്ലാറ്റ്ഫോം ഉള്ളൂ. അപ്പോൾ കീ OTT എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പേരാണ് കീ OTT. KEE, കേരള വിഷൻ എക്സ്ട്രാ എൻ്റർടൈൻമെൻറ്റ് എന്നാണ് പേര്. അപ്പോൾ ആ കീ OTT അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പല പ്രധാനപ്പെട്ട OTT പ്ലാറ്റ്ഫോമുകളെക്കാൾ ഏറ്റവും റിച്ചാണ്, വളരെ അപ്ഡേറ്റഡ് ടെക്നോളജിയാണ്, ധാരാളം കണ്ടന്റ്. ഞാനത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ആ OTT-യിലൂടെ വേറെ പല OTT-കളും കാണാൻ പറ്റുള്ളൂ. കാണും. ശരിക്കും അത് ലൈക്ക് ഒരു കേബിൾ TV പോലെ പ്രവർത്തിക്കുമോ ഇനി ഭാവിയിൽ? ഇപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് വരുന്ന ഒരു പുതിയ ഡെവലപ്മെൻ്റ് ആണല്ലോ OTT എന്ന് പറയുന്നത്. ഈ OTT-യിലേക്ക് ആളുകൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, മാറ്റുമ്പോൾ നമ്മുടെ പ്രാദേശിക ചാനൽ അതിനകത്ത് കാണാൻ പറ്റണം. അപ്പം നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള മറ്റ് ചാനലുകൾ അതിനകത്ത് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാനൊരു കേബിൾ TV കാണുമ്പോൾ എനിക്ക് ഏഷ്യനെറ്റ്, സൂര്യൊക്കെ കാണുന്ന പോലെ തന്നെ ഞാൻ ഈ കീ OTT എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഹോട്ട്സ്റ്റാറും പ്രൈമും സൺ ഡയറക്റ്റും അല്ല സൺ നെസ്റ്റും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ മന്ത്ലി പാക്കേജിലൂടെ? OTT പ്ലാറ്റ്ഫോം എടുത്താൽ OTT-യിൽ ഇത്തരം ഈ പറഞ്ഞ കണ്ടന്റുകളെല്ലാം കാണാം. കൂടെ IPTV കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. IPTV മുഖേന ലൈവ് കണ്ടന്റ് കിട്ടും. അതെ, ഞാൻ എന്താ പറഞ്ഞ ഒരു സെറ്റപ്പ് ബോക്സ് പോലെ നാളെ ഭാവിയിലേക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ OTT ആയിരിക്കും ഉണ്ടാവുക. അതെ, അതൊരു ദീർഘവീക്ഷണമാണ്. ആളുകൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ കേബിൾ TV ആളുകൾ കൺവേർട്ട് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്? OTT-യിലേക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ IPTV-യിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരെ കൂടി നമ്മുടെ കൂടെ നിർത്താവുന്ന രീതിയിലുള്ള ടെക്നോളജി നമ്മൾ ഒരു ചാനൽ, അതായത് നെറ്റ്ഫ്ലിക്സിന് വേറെ പൈസ കൊടുക്കണം, ആമസോണിന് വേറെ പൈസ കൊടുക്കണം, അതൊന്നും പോരാ. ഒരൊറ്റ കീ എന്നുള്ള എല്ലാം അതിൽ തന്നെ കാണും. വ്യത്യസ്തമായ പാക്കേജുകൾ, അത് വലിയൊരു കാര്യമാണ്. കാരണം സ്മാർട്ട് TV ആവുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഒരു സെറ്റപ്പ് ബോക്സ് ഒന്നും വേണ്ടാണ്ട് കേരള വിഷൻ ബ്രോഡ്ബാൻഡും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ നേരിട്ട് ഹോട്ട്സ്റ്റാർ എടുക്കുന്നു, നേരിട്ട് പിന്നെ നെറ്റ്ഫ്ലിക്സ് എടുക്കുന്നു എന്ന് പറയുന്ന ആ തുകയേക്കാൾ എത്ര കുറഞ്ഞ നിരക്കിൽ കിട്ടുകയും ചെയ്യും. മനോരമ മാക്സ്, അങ്ങനെ കുറേ ഉണ്ടല്ലോ. കോവിഡ് കഴിഞ്ഞതിന് തൊട്ട് ആ സമയത്താണ് ഏറ്റവും മാക്സിമം ഹൈക്കിൽ വന്നത്. 134 മില്യൺ ആയിരുന്നു ഇന്ത്യയിലെ കേബിൾ TV കൺസ്യൂമറുടെ എണ്ണം. ഇപ്പോഴെത്രയാണെന്നറിയാമോ? ഇപ്പോൾ 64 ആണ്. 134-ൽ നിന്ന് 64-ലേക്ക് കേബിൾ TV കൺസ്യൂമറുടെ എണ്ണം ഇന്ത്യയിൽ കുറഞ്ഞു.
കേരളത്തിൽ കേരള വിഷൻ്റെ കണക്ഷൻ ഇന്ന് വരെ കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും ഉയർന്ന ഗ്രോത്ത് റേറ്റ് ഉള്ളത് കേരള വിഷൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ആൾക്കാർ കേബിൾ ടി വി വിട്ടുകളയാത്തത്? കേബിൾ ടി വി വിട്ടുകളായത് ഒന്ന്, ആരാണ് അവർക്ക് കണക്ഷൻ കൊടുക്കുന്നത്? അതിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. വീടുമായിട്ട് നല്ല ബന്ധമുള്ള, വീടുമായിട്ട് സൗഹൃദമുള്ള അയാളുടെ ആ സൊസൈറ്റിയിൽ, ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വ്യക്തിയാണ് അയാൾക്ക് സർവീസ് കൊടുക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം, എപ്പോഴാണ് സർവീസ് കൊടുക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ 2 വഴക്ക് പറയാം അവനെ. അതുപോലെ തന്നെ അവനോട് പരാതികൾ പറയാം. അവൻ്റെ മീഡിയ, അവൻ്റെ ലോക്കൽ മീഡിയ അവനെ സഹായിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സർവീസുകൾ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ അവൻ തയ്യാറാവുന്നുണ്ടാവും. അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിലെ ഒരാളായി, ഇപ്പോൾ ഒരു ജനപ്രതിനിധി പോലെയുള്ള ഒരാളായിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ദൃശ്യത്തിലെ ജോർജ് കുട്ടി ഓർമ്മ വന്നോ? അതെ, അത് തന്നെയാണ് ശരിക്കും കേബിൾ ടി വിക്കാരുടെ കാരണം. കാരണം അവരെല്ലാത്തിലും ഏത് രാത്രിയിലും ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇനി എന്താണ് അടുത്ത ലക്ഷ്യം? ഇപ്പോൾ കേബിൾ ടി വി രംഗത്ത് ഞങ്ങൾ ഇന്ത്യയിലെ 4ാമത്തെ ഏറ്റവും വലിയ കമ്പനിയാണ്. ഏറ്റവും കൺസ്യൂമർ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂമർ 4ാമത്തെ കമ്പനിയാണ്. കേരളത്തിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബ്രോഡ്ബാൻഡ് സർവീസിൽ ഇന്ത്യയിലെ 6ാമത്തെ കമ്പനിയാണ്. കേരളത്തിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഇത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. കേരളത്തിൽ മാത്രം എന്നുള്ളത് നമ്മൾ മാറ്റി പാൻ ഇന്ത്യ ലെവലിൽ ബിസിനസ് നടത്താനുള്ള കുറേയധികം ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സാമാന്യം കുറേയധികം സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ സർവീസ് വ്യാപിപ്പിക്കും. പിന്നെ മറ്റൊന്ന്, ഒരു ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെയുള്ള ക്യാമറ, അവിടെയുള്ള പിന്നെ ഇൻ്റർനെറ്റ് സർവീസ്, വൈഫൈ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ അവിടെയുള്ള ഈ ലൈറ്റിംഗ്, ഓഡിയോ, വിഷ്വൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ വലിയ ബിൽഡിങ്ങുകൾക്ക് ആവശ്യം. ഇത്തരം സൊല്യൂഷൻസൊക്കെ ഞങ്ങളുടെ ബിസിനസ്സുമായി നേരിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇവയെല്ലാം കൊടുക്കുന്ന ടോട്ടൽ സൊല്യൂഷൻ സർവീസിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ്. പിന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ കൺസ്യൂമറെ, ഇത്രയും കൺസ്യൂമർ ബേസ് ഉണ്ട്. ഇപ്പോൾ 40 ലക്ഷത്തിൽ കൂടുതൽ, 42 ലക്ഷത്തോളം കൺസ്യൂമർ ഞങ്ങൾക്കുണ്ടാവും, ഏതാണ്ടുണ്ടാവും. ചിലതൊക്കെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു 40 ലക്ഷം കൺസ്യൂമർ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ റിക്വയർമെൻറ്റിൽ പ്രധാനപ്പെട്ടതാണ് കേരളം ഒരു നന്നായി ടൂർ നടത്തുന്ന, യാത്ര ചെയ്യുന്ന ആളുകളാണ്. അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ഒരു കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. കുറച്ച് പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ഏറ്റെടുക്കുകയോ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തുടക്കത്തിൽ ഇപ്പോൾ 2006 കമ്പനി ഫോർമാറ്റിലേക്ക് പോകുമ്പം ആ ആദ്യത്തെ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞില്ല, 2002 മുതലുള്ള ഒരു ഓർഗനൈസേഷൻ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് മൂവ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കമ്പനി ഫോം ചെയ്യുകയും ബിസിനസ്സിലേക്ക് ഇടപെടുകയും ചെയ്താൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് വലിയ ശക്തിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പല കമ്പനികളും. 2006 ഇതിനെതിരെ വലിയ നിയമയുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ ആളുകൾക്ക്, വ്യക്തികൾക്കെതിരായി ഒരുപാട് കേസുകൾ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏതാണ്ട് ഒരു 6 or 7 ജില്ലകളിൽ കേസ്, നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ, ഈ പ്രൊസീജിയർ പ്രോപ്പറല്ല, ട്രാൻസ്പെറൻസി ഇല്ല എന്നൊക്കെ പല പേരും പറഞ്ഞ് കേസൊക്കെ കൊടുത്തു. അതിന് ചില ഈ പറഞ്ഞ നമ്മുടെ കോമ്പറ്റീറ്റർ കമ്പനികളായിരുന്നു എൻ്റെ പുറകിലുള്ളതെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്ര അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കമ്പനി വരുന്നതിൻ്റെ, ഇങ്ങനൊരു കൂട്ടായ്മ വരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇൻഡസ്ട്രി ആകെ ബാധിക്കുമെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കേബിൾ ടി വി മേഖലയിൽ ഇതിന് കേരളത്തിന് സമാനമായിട്ടുള്ള, കേരള വിഷനോ സിഒയ്ക്ക് സമാനമായിട്ടുള്ള ഓർഗനൈസേഷൻ ഇന്ത്യയിൽ എവിടെയും ഇല്ല. അല്ല, അപ്പോൾ മറ്റൊരു ബ്രോഡ്ബാൻഡ് കമ്പനി ഇവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അവർ വളരെ കുറച്ച് പൈസയിൽ ജനങ്ങൾക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കേരള വിഷൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കുറയ്ക്കേണ്ടി വരുമോ, അതോ എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യുക? കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കലിനൊരു അൾട്ടിമേറ്റ് ഉണ്ടല്ലോ. എത്ര കുറയ്ക്കാം? നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ടല്ലേ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ നമുക്കറിയാം പല കമ്പനികളും ഓഫറുകൾ കൊടുക്കും, ഇൻട്രൊഡക്ടറി ഓഫർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അതൊക്കെ ഒരു താൽക്കാലികമാണ്. കേരള വിഷൻ്റെ ഏറ്റവും വലിയ സ്വീകാര്യതയിൽ പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ഹിഡൻ ചാർജും ഇല്ല. നമ്മൾ വളരെ പച്ചയായ കൃത്യമായിട്ടാണ് പറയുന്നത്, വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നിങ്ങളിത് എടുത്താൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് തരുന്നതെന്ന പ്രോഡക്റ്റ് ഒരു ബില്ല് കൊടുക്കുന്ന സ്ഥലത്ത് വേറൊരു സർവീസ് ചാർജ് അതിന് 15 രൂപ വേറെ വാങ്ങുമെന്ന് പറയുന്നില്ലല്ലോ. നമ്മൾ പറയുന്നത് 100 എന്ന് പറഞ്ഞാൽ 100ആണ്. മറ്റ് പല കമ്പനികളും അങ്ങനെയല്ല. അവർക്ക് ഹിഡൻ ചാർജസ്, ചിലപ്പോൾ ഒരു 3 മാസത്തെ ഓഫർ കഴിഞ്ഞാൽ നിരക്ക് 3 ഇരട്ടിയാകും. അല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസം എന്നുള്ള, അത് 28 ദിവസവും 26 ദിവസത്തിൻ്റെ അങ്ങനെ ഹിഡൻ ചാർജസ് ഒന്നുമില്ല ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നിരക്ക് കുറയ്ക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സത്യസന്ധമായി നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് കൊടുക്കാൻ ആർക്കും കഴിയില്ല. ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ആർക്കും വില കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തൽക്കാലം അവർ ബ്ലീഡ് ചെയ്യണം, നഷ്ടപ്പെടുത്തി റേറ്റ് കുറയ്ക്കണം.
പിന്നീട് അവർക്ക് റിക്കവറി ആണെങ്കിൽ ഇരട്ടി വർദ്ധിപ്പിച്ചേ വാങ്ങാൻ അല്ല, പറ്റും. ഈ ജിയോ വന്ന സമയത്ത് ബാക്കി എല്ലാവരും അത് നിർബന്ധിതരായിരുന്നു ആ ഇപ്പം നമുക്ക് ജിയോ, ഞങ്ങൾക്കും ഉണ്ട് ഈ പ്രശ്നം, ഞങ്ങൾക്കും അഭിമുഖീകരിക്കുന്നുണ്ട്. പലയിടത്തും ജിയോ കൊടുക്കുന്ന പ്രൈസ് ആദ്യത്തെ 3 മാസത്തെ ഓഫറിന് വേണ്ടി എടുക്കും. 3 മാസം കഴിഞ്ഞാൽ കൺസ്യൂമർ അവരോട് നമസ്തേ പറഞ്ഞ് നമ്മുടെ അടുത്ത് തിരുത്തി വന്ന് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുഭവങ്ങളുണ്ട്. ശരിക്കും ഈ കേരള വിഷൻ്റെ ആ ഒരു കൂട്ടായ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായത് അതിൻ്റെ ലോഗോ, ആ മേക്കിംഗ് ആണല്ലോ. എങ്ങനെയാണ് ഈ ലോഗോ ശരിക്കും നിങ്ങളുടെ ലോഗോ പിന്നെ തയ്യാറാക്കിയത് കേരളത്തിലെ വളരെ അഭിമാനമായിട്ടുള്ള അരവിന്ദൻ ഉണ്ടല്ലോ, കാഞ്ചന സീതയൊക്കെ നിർമ്മിച്ച അരവിന്ദൻ്റെ മകൻ രാമു ആണ് നിർമ്മിച്ചത്. അപ്പോൾ കേരളമാണ് ആ ലോഗോൻ്റെ ഒരു സൈഡിൽ കേരളത്തിൻ്റെ ഒരു ആലപ്പുഴയുടെ വിടവൊക്കെ ഉള്ള ഭാഗവും മറുഭാഗത്ത് കേരളത്തിൻ്റെ യൂണിറ്റിയെ പ്രതിദാനം ചെയ്യുന്ന കുറേ കളറുകളും ആണ് ആ ലോഗോയ്ക്കുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ജനകീയ പ്രശ്നങ്ങളൊക്കെ അതത് സമയത്ത് കേരള വിഷൻ ഇടപെട്ടിട്ടുണ്ട്. ഈവൻ വെള്ളപ്പൊക്കം വന്നപ്പോഴാണെങ്കിലും ആലപ്പുഴയുടെ പ്രശ്നത്തിനാണെങ്കിലും. അപ്പോൾ അതെങ്ങനെയാണ് അത് നമ്മൾ കുറേ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടല്ലോ. അത് ഗോവിന്ദൻ തന്നെ പറയും എന്തൊക്കെയാണ് നമുക്കറിയാം. ഈ നമ്മുടെ കോവിഡ് വന്ന സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം. കോവിഡ് വന്ന സമയത്ത് കേരള വിഷൻ ഇല്ലായിരുത്തൊരു കേരളത്തെ പറ്റി ആലോചിച്ച് നോക്കാൻ പോലും പറ്റില്ല. അത്രയേറെ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കംപ്ലീറ്റ് നമ്മൾ മാനേജ് ചെയ്തു. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷേ കേബിൾ ഓപ്പറേറ്റർമാർ അപ്പോഴും അവർ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ഫൈബർ നന്നായി കൊടുക്കും. വീടുകളിലാണല്ലോ ആളുകൾ, അവർക്ക് ടി വി കാണാനുള്ളൊരു പ്രൊവിഷൻ. അന്നൊന്നും ഇൻ്റർനെറ്റ് ഇത്ര സാർവത്രികമല്ല. ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രളയം വന്ന സമയത്തും പ്രധാനമായിട്ടും ഒരു നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ പ്രളയം വന്ന സമയത്ത് നമ്മുടെ എല്ലാ ടെലികോം സർവീസും നിന്നുപോയി. വെള്ളം പൊങ്ങി ടെലികോം സർവീസുകളെല്ലാം നിന്നുപോയ സമയത്തും കേരള വിഷൻ്റെ ഫൈബർ നെറ്റ്വർക്കുകൾ ഇവർ വള്ളത്തിൽ തുഴഞ്ഞു പോയിട്ടൊക്കെ ഈ പ്രളയ സമയത്ത് ഫൈബർ ജോയിൻ ചെയ്ത് കണക്ടിവിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റും നമ്മളൊരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന സ്റ്റാർ ലിങ്കിൻ്റെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് ആണല്ലോ. അത് ശരിക്കും കേരള വിഷന് ഭീഷണിയാവുമെന്ന് കരുതുന്നുണ്ടോ? ജിയോയും എയർടെല്ലും ആയിട്ട് അവർ ഇതൊക്കെ കേൾക്കുന്നു. ഉണ്ട്. അപ്പം അതിനെങ്ങനെയാണ് കേരള വിഷൻ കാണുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചതോ? ഒരു ടെക്നോളജി എന്നുള്ള നിലയ്ക്ക് മാർക്കറ്റ് ഉണ്ടാവും, അവർക്കൊരു മാർക്കറ്റ് ഷെയർ ഉണ്ടാവും. ഒരു വെല്ലുവിളിയൊന്നും ആവില്ല. ഇവിടെ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ഇത് വില കുറച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ DTH കമ്പനികൾ എത്ര എണ്ണം ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു? എല്ലാ DTH കമ്പനികളും ഷട്ട് ഡൗൺ ചെയ്തു, പൂട്ടി. എല്ലാം എന്ന് പറഞ്ഞാൽ അതിന് മഹാഭൂരിപക്ഷം പൂട്ടി. ഇപ്പം 3-4 കമ്പനികളേ ഉള്ളൂ അല്ലേ? അവർ പോലും പ്രോഫിറ്റിലല്ല ഓടുന്നത്. അതുപോലെ ഒരു ഡെഡ് ബോട്ടം റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഉണ്ട്, അവരുടെ പിന്നെ റണ്ണിങ് കോസ്റ്റ് ഉണ്ട്. അതിന് പറ്റുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യണമല്ലോ. ആ റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഗ്രൗണ്ട് നെറ്റ്വർക്ക് വഴി കൊടുക്കുന്ന സർവീസിനെ കൂടി കോമ്പീറ്റ് ചെയ്യാൻ ഒരിക്കലും അവർക്ക് പറ്റില്ല. 2030 ആകുമ്പോഴത്തേക്കും ഈ സാറ്റലൈറ്റ് ചാനലുകൾ അവസാനിക്കുമോ, അല്ലെങ്കിൽ BBC ഓഫാക്കിയ പോലെ സംരക്ഷണം അവസാനിക്കുമോ എന്നൊക്കെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഈ OTT ലോഞ്ച് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ കേരള വിഷൻ അതിൻ്റെ ബദൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഓഫായാലും ഇല്ലെങ്കിലും ഞങ്ങൾക്കൊരു ബദലുണ്ട് എന്നുള്ള എന്ത് സാധനം വന്നാലും അതിനൊരു പടി മുന്നിൽ ഒരു ബദൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കേരള വിഷൻ. വേൾഡിലാകെ മീഡിയ രംഗത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വരുന്നത് റിസർച്ച് നടക്കുന്നതും പുതിയ സാങ്കേതിക മാറ്റങ്ങൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. എങ്കിലും അൾട്ടിമേറ്റായിട്ട് കൺസ്യൂമറിന് കണ്ടൻറ്റ് കിട്ടണമല്ലോ. അവരുടെ കാഴ്ച എന്ന് പറയുന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ആ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു എന്നേ ഉള്ളൂ. ഈ പ്ലാറ്റ്ഫോമുകളായിട്ടൊക്കെ നമ്മൾ പിന്നെ ആ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മളും എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള പ്രൊവൈഡർമാരുടെ ഉത്തരവാദിത്തം. അത് ഞങ്ങൾ പരമാവധി കാര്യക്ഷമമായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു ത്രെട്ട് ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ അതിനൊരു സംരംഭം തുടങ്ങി അതിനുശേഷം അതിൻ്റെ ഒരു സാധാരണ പ്രോസസ്സിലൂടെ വളരും. പക്ഷേ ഇതങ്ങനെ ഒരു സംരംഭം തുടങ്ങുകയല്ല ആദ്യം ചെയ്തിട്ടുള്ളത്. 95 ശേഷം 96 കാലഘട്ടത്തിലാണ് കേബിൾ TV എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 90-കളിലൊക്കെ 89-90-കളിലൊക്കെ കേബിൾ ടിവികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആളുകളുടെ വിസിബിലിറ്റി ഉണ്ടാകുന്നത് 95-96 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആദ്യം ഉണ്ടായ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി കേബിൾ ടി ഓപ്പറേറ്റർമാരുടെ വെല്ലുവിളി സർക്കാരിൻ്റെ ഈ KSEB പോസ്റ്റുകളുടെ പെർമിഷൻ ഏകപക്ഷീയമായ ഒറ്റ കമ്പനിക്ക് മാത്രം നൽകിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ മറ്റുള്ള ആർക്കും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനുള്ള എല്ലാ അവകാശവും നിഷേധിച്ച് മുഴുവൻ പോസ്റ്റുകൾ ഒറ്റ കമ്പനിക്ക് വളരെ നിസ്സാര വിലയ്ക്ക് കൊടുത്തു എന്നുള്ളൊരു പ്രശ്നം ഗവൺമെൻറ്റിന് ശ്രദ്ധയപ്പെടുത്തുന്നു. അതിനുശേഷം ഗവൺമെൻറ് അതിന് നിസ്സംഗത പാലിക്കുന്നു. പിന്നീട് കോടതികളിൽ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് ഒരു അസോസിയേഷനായി മാറുന്നത്, കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ.
ആ അസോസിയേഷൻ 90-ൻ്റെ അവസാനം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഈ സാഹചര്യം മറ്റ് പല പ്രശ്നങ്ങളിലേക്ക് കൂടി ശ്രദ്ധിക്കേണ്ടി വന്നു. അതിലൊന്ന് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയങ്ങൾ, അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ചില പോളിസികൾ. ഇപ്പോൾ കേബിൾ ടി റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. 47 മുമ്പോ മറ്റുമാണ് റെഗുലേഷൻ വരുന്നത്. അതിന് മുമ്പ് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് അത് തന്നെ 900-ൻ്റെ ആദ്യ വർഷങ്ങളുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓരോ അപ്ഡേഷൻ നടക്കുമ്പോഴും ഈ ഇൻഡസ്ട്രിയിലുള്ള ചെറുകിട സംരംഭകരെയൊക്കെ ഇല്ലാതാക്കുന്ന, അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 90 ആകുമ്പോൾ പേ ചാനലുകൾ വന്നു, 99 ആകുമ്പോഴത്തേക്കും പേ ചാനലുകൾ വന്നു. സമയം തന്നെ കേരള വിഷൻ ഇവിടെ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് ചാനലുകൾ വന്നപ്പോൾ തുടക്കത്തിൽ പേയ്മെൻറ്റ് ചാനലുകൾ വലിയ അട്രാക്ഷൻ ആണെങ്കിൽ പോലും പിന്നീട് പേയ്മെൻറ്റ് വർദ്ധിക്കാൻ തുടങ്ങി. പേയ്മെന്റ് ചാനലുകൾ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ചാനലിലേക്ക് പൈസ കൊടുക്കണം. ഉപഭോക്താക്കൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് ഈ മീഡിയേറ്റർ ആയിട്ട് മിഡിൽമാൻ ആയിട്ടുള്ള ഓപ്പറേറ്ററാണ് കൊടുക്കേണ്ടി വരുന്നത്. അതനുസരിച്ച് ഗ്രൗണ്ടിൽ റേറ്റ് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഇവർ കൊടുക്കുന്നതിന് ഈ പേ ചാനലിൻ്റെ നിരക്ക് പിന്നെ അസസ് ചെയ്യുന്നതിന് യാതൊരു മാനദണ്ഡവുമില്ല. എത്ര കണക്ടിവിറ്റി ഉണ്ടെന്ന് നോക്കിയിട്ടല്ല, ആളുകളുടെ സൗഹൃദവും അതുപോലെ തന്നെ മറ്റ് പല പാരാമീറ്ററുകൾ വെച്ചിട്ടാണ് നിരക്ക് അവർ വർദ്ധിപ്പിക്കുന്നത്. മൂന്നാമത്തേത് ഒന്ന് റെഗുലേഷൻ, മറ്റേത് ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ, അതേപോലെ തന്നെ ഈ പേ ചാനൽ കമ്പനികളുടെ നിരക്ക് പ്രശ്നങ്ങൾ. ഇത് വളരെ രൂക്ഷമായിക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് റെഗുലേഷൻ വന്നതും ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മീഡിയ രംഗത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയ കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ ആദ്യം 25% ആയിരുന്നു, പിന്നെ 50% ആയി, പിന്നെ 100% വരെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന സമയത്ത് വിദേശ കമ്പനികൾക്ക് കൂടി മീഡിയ രംഗത്തേക്ക് ചാനലുകൾ തുടങ്ങുന്നതിനോ അതിൽ ഇടപെടുന്നതിനോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊന്നും ഒരു നിയന്ത്രണമില്ലാതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെറിയ സംരംഭങ്ങൾക്ക് തുടക്കത്തിലൊക്കെ ചെയ്ത പണി ആകെ സാധാരണ കേരളത്തിലെ എല്ലാ സംഘടനകളും ചെയ്യുന്ന പോലെ സമരം ചെയ്യുക, സർക്കാരിനെതിരെയും നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുമൊക്കെ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത്. അപ്പോൾ 2001 ആകുമ്പോഴേക്കും ഈ ഓർഗനൈസേഷനിലൊക്കെ വലിയ തോതിൽ സ്പ്ലിറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളെ ഈ ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ അതിനെ പിളർത്താൻ വേണ്ടിയിട്ട് തന്നെ ഈ കമ്പനികളൊക്കെ പലപ്പോഴും ആളുകളെ വില കൊടുത്ത് വാങ്ങുന്ന രീതിയിലുള്ള, അല്ലെ കൂട്ടമായിട്ട് ആകർഷിച്ച് പല ഓഫറുകൾ നൽകി ഭിന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കൂടി ഇങ്ങനെ ഓർഗനൈസേഷൻ മാത്രമേ മാർഗ്ഗമുള്ളൂ, നിലനിൽക്കാനെന്ന മാർഗ്ഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയ കുറേ ആളുകൾ കൂട്ടിച്ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കും, കുറച്ചുകൂടി സ്ട്രോങ് ആയി. 2002 ഞങ്ങളുടെ കോഴിക്കോട് സമ്മേളനം നടത്തിയപ്പോൾ ശേഷമാണ് അതൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു കൃത്യമായൊരു രേഖപ്പെടുത്തിയ ബൈലോ ഉള്ള ഒരു ഓർഗനൈസേഷനായി മാറുന്നത് 2002 ആ സംഘടനയാണ്. ഓരോ വർഷവും ഓരോ ടാർഗറ്റായിരുന്നു. ഞാൻ പറഞ്ഞ ഒന്ന് ഓർഗനൈസേഷൻ നന്നാക്കുക, പ്രാദേശിക ചാനൽ, ലോക്കൽ മീഡിയ എന്ന് പറയുന്ന ഒരു ബദൽ മീഡിയ പ്രസ്ഥാനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, ഇന്ത്യയിൽ എവിടെ ഇല്ല. ആ ബദൽ മീഡിയ പ്രസ്ഥാനം 2002 തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അത് വളരെ ശക്തമായി. 2005-06 ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ വീണ്ടും ശക്തമായി, ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളും കൂടുതൽ ശക്തമായി, ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രത്യാഘാതങ്ങൾ രൂക്ഷമായി. ഇപ്പോൾ പ്രത്യേകിച്ച് അന്ന് ഡിജിറ്റലൈസേഷൻ ഗവൺമെൻറ് കൊണ്ടുവരാൻ തീരുമാനിച്ചു. റെഗുലേഷൻ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പ് ബോക്സ് എന്ന് പറഞ്ഞ സംഭവം 2006 അതായത് അനലോഗ് സിഗ്നലിൽ മാറി ഡിജിറ്റലായി മാറി. 2005 വരെയുള്ള കേബിൾ ടി വി എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറിനും ഒരു അഡ്രസ്സ് ഇല്ല, മേൽവിലാസം ഇല്ലാത്ത കൺസ്യൂമറാണ്. ഏത് കൺസ്യൂമറിന് കൊടുത്താലും ആര് കാണുന്നു എന്ത് കാണുന്നു എന്ന് അറിയാൻ കഴിയില്ല. ഇതിങ്ങനെ പിരിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ. കൗണ്ടിങ് ഇല്ല, ഒരു മീറ്റർ ഇല്ല. ഈ മീറ്റർ വരാനുള്ള നിയമം വരുന്നത് 2006 പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പരാജയപ്പെട്ടു. 2006 പരാജയപ്പെടുന്നു. ഗവൺമെൻറ്റിൻ്റെ നടപ്പിലാക്കിയതിൻ്റെ രീതി മാറിയത് കൊണ്ട് തന്നെ പിന്നീട് അവരൊരു ഗവൺമെൻറ് ഒരു ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചു, പഠിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ നിയമിക്കുന്നു. ഇതൊക്കെ വന്നപ്പോൾ തന്നെ കേരളത്തിലെ ഓപ്പറേറ്റർമാർ ഇതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള വളരെ സീരിയസ് ആയ ആലോചന നടത്തി. അപ്പോൾ 2006 കേരളത്തിൽ ഒരു സിംഗിൾ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാനാണ് ആദ്യത്തെ യജ്ഞം ഉണ്ടാകുന്നത്. കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ ആരംഭിച്ചു. ആ ചാനലിന് വേണ്ടിയിട്ടൊരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയാണ് അടുത്ത ഘട്ടത്തിൽ 2007 ആകുമ്പോഴേക്കും ഈ റെഗുലേഷൻ കൂടുതൽ ശക്തമായി. 2007 കഴിയുമ്പോൾ തന്നെ കേരള വിഷൻ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് അതിൽ വന്നിട്ട് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ബ്രാൻഡിങ് നടന്നൊരു സമയമാണത്. തീർച്ചയായിട്ടും ശരിക്കും COA അല്ലെ കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷൻ കേരള വിഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുകയാണ് ആ സമയത്തുണ്ടായത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി കമ്പനികൾ ചിലവാക്കുന്ന കോടിക്കണക്കിന് രൂപയുണ്ട്. പക്ഷേ ശരിക്കും കേരള വിഷൻ ചെയ്തത് അതിൻ്റെ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, ലോക്കൽ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ എല്ലാം പേര് കേരള വിഷനുമായിട്ട് ചേർത്തുകൊണ്ട്, അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ആ സമയത്തുണ്ടായിരുന്ന TCV ആയിക്കോട്ടെ, വയനാട് വിഷൻ ആയിക്കോട്ടെ, കണ്ണൂർ വിഷൻ ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന
എല്ലാ കാര്യങ്ങളും ഒരൊറ്റ കിടക്കയിൽ കേരള വിഷൻ ആക്കുക എന്ന് പറഞ്ഞൊരു സങ്കല്പം അന്ന് കൊണ്ടുവരുമായിരുന്നല്ലോ നിങ്ങളൊക്കെ ചെയ്തത്. വലിയൊരു ടാസ്ക്, റെവല്യൂഷനാണ്, ആ ഒരു ബ്രാൻഡിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സുകാരെ സംബന്ധിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ബ്രാൻഡിങ്ങിലേക്ക് വന്ന സാഹചര്യം നമുക്ക് പറയാവുന്നത്, വളരെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ കേരളത്തിൽ ചിന്നി ചിതറി കിടക്കുന്ന ഓപ്പറേറ്റർമാർ, അതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. ഓരോ ജില്ലയിലും 4, 5, 10, 20 ഒക്കെ ചെറിയ ചെറിയ യൂണിറ്റുകൾ, 20ഓളം കൂട്ടായ്മകളാണ്. അതും കൊച്ചു കൊച്ചു കൂട്ടായ്മകളാണ്, 10, 20 പേരുള്ള. ഇവിടെയൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, നെറ്റ്വർക്കിംഗ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിൽ പ്രോഗ്രാം കണ്ടൻറ്റ് തയ്യാറാക്കി ഇവിടെയൊക്കെ എത്തിച്ചു കൊടുക്കാനായിരുന്നു പദ്ധതി. അത് പ്രതീക്ഷിച്ച പോലെ സക്സസ് ആയില്ല. അപ്പോൾ നമ്മൾ IPTV എന്ന് പറയുന്ന ഒരു ടെക്നോളജി ആദ്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കുന്ന ഈ ചാനൽ ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് വഴി കേരളത്തിലെല്ലാം ഒരു ഫ്രീക്വൻസിയിൽ ഒരു ചാനൽ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ സാധനം എല്ലായിടത്തും തീർച്ചയായിട്ടും. ഓക്കെ. അങ്ങനെ ആ IPTV ഫോർമാറ്റിൽ നമ്മൾ ഇതിനെല്ലാം കണക്ട് ചെയ്തു. അന്ന് ആ IPTV ഫോർമാറ്റിലുള്ള എക്യുപ്മെൻറ്റുകൾ പോലും ഇല്ല, വളരെ പ്രീമച്ചുവർ ആയിട്ടുള്ള ടെക്നോളജി. അത് കൊണ്ടുവന്ന് പിന്നെ ചാനൽ എന്നത് എസ്റ്റാബ്ലിഷായി ഭൂരിപക്ഷം സ്ഥലങ്ങളിലും അത് പ്ലേ ചെയ്യാൻ തുടങ്ങി. കണ്ടന്റ് അത്ര റിച്ചായ കണ്ടൻ്റൊന്നുമല്ല, പക്ഷേ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ, ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. എന്നിട്ട് 2007-8 ആകുമ്പോഴത്തേക്കും ഈ ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൂടുതൽ ശക്തമായി നടപ്പിലാക്കിയേ പറ്റൂ എന്ന് ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നു, റെഗുലേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ ട്രായ് വരുന്നത്, അതുപോലെ തന്നെ TDSAT പോലുള്ള സ്ഥാപനങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒരു യുദ്ധസമാനമായ രീതിയിലാണ് ഗവൺമെൻറ് മീഡിയ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലോ ഒന്നും ഗവൺമെൻറ് താല്പര്യമില്ല ഉള്ളതിൻ്റെ 100 ഇരട്ടി വേഗതയിലാണ് മീഡിയ റെഗുലേഷന് വേണ്ടി. കാരണം മീഡിയ കൈപ്പിടിയിൽ ഒതുക്കുക, മീഡിയയുടെ ഈ വികേന്ദ്രീകൃതമായ ഘടനയെ ഏകോപിപ്പിച്ച് നമുക്ക് അത് മീഡിയ പവറാക്കി ഗവൺമെൻറ്റിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ചെറിയ ചെറിയ എൻ്റർപ്രണേഴ്സിന് സർവൈവ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഡിജിറ്റൽ കേബിൾ TV ആരംഭിക്കാൻ നിർബന്ധിതരായി. അപ്പോൾ ഈ പറഞ്ഞ ഏജൻറ്റുകളെയൊക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി അപ്പോഴത്തേക്കും കുറച്ച് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ബ്രോഡ്ബാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു കണക്ഷൻ എടുക്കുന്നു, അത് ഉപയോഗിക്കുന്നു, തീരുമ്പോൾ റീചാർജ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ പിന്നിലുള്ള ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഗോവിന്ദൻ സാറ് പറഞ്ഞപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. അതും കേരള വിഷനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റി. എന്തായാലും താങ്ക്സ്. ഇനി അങ്ങോട്ട് വളരെ പ്രക്ഷോഭനമായിട്ടുള്ളൊരു ഭാവി കേരള വിഷൻ ഉണ്ടാവട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1000 കോടി എന്നൊരു തുടക്കമാവട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി അപ്ഡേഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിൽ കേരള വിഷൻ എപ്പോഴും ഒരുപടി മുന്നിലാണ്. അതുകൊണ്ട് ഈ 1000 കോടി ഒരു 10,000 കോടിയായി അടുത്തൊരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളതിനുള്ള പരിശ്രമത്തിലാണ്. ഞങ്ങളെപ്പോഴും ജനങ്ങളോടൊപ്പം ഉണ്ടാവുക. ജനങ്ങളുടെ ഈ പുതിയ സാങ്കേതിക മാറ്റത്തിന് അനുസൃതമായി ഞങ്ങളും മാറാനും അവരുടെ ഡിമാൻഡുകൾക്കനുസരിച്ച് ഞങ്ങൾക്ക് വളരാനും കഴിയുക എന്നുള്ളതാണ് ഈ ചാലഞ്ച് ഏറ്റെടുക്കാനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം. അത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.